പക്ഷെ ഓതലുണ്ടാ? ഓതലെന്നുള്ള അറിവ് കിട്ടുന്നുണ്ട്. ഓതലുണ്ടാ? ഇല്ല. നമുക്ക് ഓതണ്ടേ? ഉറങ്ങണീന് മുമ്പ് എന്ത് ചെയ്യണം? സൂറത്തുൽ മുൽക്ക് ആകപ്പാടെ 14 ആയത്ത് അല്ലേ? 30 ആയത്ത്. അത് ഓതി തീർക്കാൻ പറ്റുന്ന സമയം വേണോ? ഒരു 10 മിനിറ്റ് ഉണ്ടായാൽ മതി അല്ലേ? അപ്പൊ സൂറത്തുൽ മുൽക്കില് 2ാമത്തെ ആയത്ത് എന്താ? സൂറത്തുൽ മുൽക്കിൽ 2ാമത്തെ ആയത്ത്. ഇതൊക്കെ ഓർമ്മിച്ചോളിട്ട് നമ്മൾ നാളെ എഴുതി കൊണ്ടുവരണം. സൂറത്തുൽ മുൽക്കിൽ 2ാമത്തെ ആയത്ത് എന്താണ്? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. എന്താണ് 2ാമത്തെ ആയത്ത്? അല്ലദീ, അല്ലാഹു അവൻ എങ്ങനെയുള്ളവനാണ്? ഖലഖൽ മൗത വൽ ഹയാത, നിങ്ങൾക്ക് മരണവും ജീവിതവും അല്ലാഹു നൽകി. എന്തിനാണ് മരണവും മരണശേഷമുള്ള ജീവിതവും അല്ലാഹു നൽകിയത്? ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ സൽക്രമം ചെയ്ത് ഡിസിഷൻ വാങ്ങണത്, റാങ്ക് വാങ്ങണത് നോക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് ഭൂമിയിൽ എന്തുണ്ടാക്കിയത്? മരണവും മരണശേഷ ജീവിതം എന്ന പരീക്ഷ ഉണ്ടാക്കി. പരീക്ഷ എന്തിനാണ് ഈ വിദ്യാഭ്യാസ ഗവൺമെന്റ് ഉണ്ടാക്കിയത്? വിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ സ്കൂൾ അധ്യാപകരിലൂടെ പരീക്ഷ ഉണ്ടാക്കി. പരീക്ഷ ഉണ്ടാക്കിക്കൊണ്ടല്ലേ ഞങ്ങൾ 1-2 ജയിച്ച് അല്ലേ? ഉന്തി വിട്ടതാ ആണോ? ആനമുട്ടട്ടിയപ്പോ അല്ല, ജയിച്ചേന്ന്. അപ്പൊ ജയിച്ചിട്ടാണ് 1-2 പോണത്, 2-3 പോണത്. അങ്ങനെയാണ് നമ്മള് 10ാം ക്ലാസ്സിൽ എത്തിയത്, 8ാം ക്ലാസ്സിൽ എത്തിയത് അല്ലേ? അപ്പൊ നമ്മള് ഈ ദുനിയാവിലെ സ്കൂൾ പരീക്ഷയില് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയില്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം എഴുതിയാലല്ലേ ജയിക്കുള്ളൂ? ആണോ അല്ലേ? ഒരു ഉദാഹരണം, ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഒരു ചോദ്യം. ബ്രാക്കറ്റില് 3 ഉത്തരം എഴുതും. നെതന്യാഹു, ഡൊണാൾഡ് ട്രംപ്, നരേന്ദ്രമോദി. നിങ്ങൾ ഏതാ എഴുതുക? നെതന്യാഹു. ഇന്ത്യന്റെ പ്രധാനമന്ത്രി ഏതാ എഴുതുക? നരേന്ദ്രമോദി എഴുതും. മറ്റേ 2 ഉത്തരം എഴുതിയാ ജയിക്കോ? തെറ്റിടും അല്ലേ? അതേപോലെ തന്നെ ചേരുംപടി ചേർക്കുക, വിശദീകരിച്ച് എഴുതുക, വിട്ടഭാഗം പൂരിപ്പിക്കുക. ഇതൊക്കെ നിങ്ങൾ ക്ലിയർ ആക്കി ചെയ്തെങ്കിലല്ലേ ആ പരീക്ഷയിൽ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ഉറപ്പല്ലേ? ഇതുപോലെ അല്ലാഹു റബ്ബുൽ സുബ്ഹാനഹു വ തആല ഈ ഭൂമിയില് മരിക്കുന്നത് വരെ നമ്മളെ മുമ്പിൽ ഒരു പരീക്ഷ നടത്തുന്നുണ്ട്. ഈ ഭൂമിയാകുന്ന പരീക്ഷാ ഹാളില് നമ്മളൊക്കെ എന്താണ്? വിദ്യാർത്ഥികളാണ്, പരീക്ഷ എഴുതുന്ന കുട്ടികളാണ് ഈ ഭൂമിയിൽ. എന്താ നമ്മളെ പരീക്ഷ? ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? 4 കൂട്ടി എത്രയാണ്? A² = B². ഇതാ അല്ല. ഇവിടെ ഉള്ള ഇസ്ലാമിന്റെ പരീക്ഷ എന്താ? ആരാണ് നന്നായി ജീവിക്കുന്നത്, ആരാണ് കേടെന്ന് ജീവിക്കുന്നത്? ഇങ്ങനെ നന്നായി ജീവിക്കാനും കേടെന്ന് ജീവിക്കാനും സാധിക്കുന്ന രീതിയിൽ അള്ളാഹു നന്മയും ഇവിടെ ഇട്ടിട്ടുണ്ട്, തിന്മയും ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ? നന്മയും തിന്മയും ആരുണ്ടാക്കിയത്? അള്ളാഹ് ഉണ്ടാക്കിയതാണ്. എന്തിനാ നന്മയും തിന്മ ഉണ്ടാക്കിയത്? എന്തിനാ നല്ല വഴി ചീത്ത വഴി ഉണ്ടാക്കിയത്? എന്തിനാ? പരീക്ഷിക്കാൻ. ചോദ്യ പേപ്പറിൽ എന്തിനാ 3 ഉത്തരം കൊടുത്ത്? ശരി ഉത്തരം കൊടുത്താ പോരെ? അതെടുത്ത് എഴുതിയാ പോരെ? അപ്പൊ 2 തെറ്റും 1 ശരിയും കൊടുത്ത എന്തിനാ? ബുദ്ധി ഉപയോഗിക്കണം, പഠിക്കണം. തലേന്ന് പഠിച്ചില്ലെങ്കിൽ അവിടെ പോയി മൊബൈൽ നോക്കിയിരുന്നാ പരീക്ഷ എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മള് ഖബർക്കെത്തുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ മൊബൈലുമേലും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ഈ പറഞ്ഞ കാർട്ടൂണും മറ്റതും മറിച്ചും മാത്രം കണ്ടിരുന്നാൽ നമുക്ക് ഖബറിലെത്തുമ്പോഴുള്ള ചോദ്യം ഉത്തരം ശരിയാവില്ല. ആവോ? അപ്പൊ അവിടെ ശിക്ഷ ഉണ്ടാവും, അടി ഉണ്ടാവും, ശിക്ഷിക്കും, അടിക്കും. ഇവിടെ നമ്മൾ തോൽക്കൂലേ? ഇവിടെ പരീക്ഷയിൽ നമ്മൾ മാർക്കില്ലെങ്കിൽ തോൽക്കൂലേ? തോൽക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ചിലവര് 4ാം ക്ലാസ് തന്നെ ഇരിക്കും, ചിലവര് 5ാം ക്ലാസ് തന്നെ ഇരിക്കും,
ചിലവര് കുറെ കാലം തോൽക്കുമ്പോ ഞാൻ പഠിക്കില്ല എന്ത് ചെയ്യും, ഉമ്മാന്റെ അടുക്കള പണി എടുക്കാൻ പോകും അല്ലേ. അപ്പൊ അങ്ങനത്തെ പൊട്ടത്തിയാളായിട്ട് നമ്മൾ മാറാതെക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കുട്ടികൾ കളിയാക്കാതിരിക്കാനും കുടുംബക്കാര് പറയാതെക്കാനും, ഓൻ പിന്നെയും തോറ്റോ, 5ാം ക്ലാസ്സിലും തോറ്റോ, ഓ 7 പിന്നെയും തോറ്റോ, 2 പിന്നെയും തോറ്റോ എന്ന് ചോദിക്കൂലേ. അപ്പൊ നമ്മൾ പേടിച്ചിട്ട് എന്ത് ചെയ്യും, ഉറക്കൊഴിച്ച് പഠിച്ച് നന്നായി എഴുതും. ഇതേപോലെയാണ് പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ശിക്ഷ എവിടുന്ന് തുടങ്ങും, നമ്മളെ ആത്മാവിനെ മലക്കുൽ മൗത്ത് വന്ന് പിടിച്ചെടുക്കൂലേ. റൂഹിനെ പിടിക്കുന്ന മലക്കാരാ, റൂഹിനെ പിടിക്കുന്ന മലക്ക് അസ്റായീൽ എന്നാണ് നമ്മൾ പണ്ടേ കേട്ട് പരിചയിച്ചത്. അസ്റായീൽ എന്ന പേര് ഖുർആനിലും ഹദീസിലൂടെ ഇല്ല, ബൈബിളിലൊക്കെ ഉണ്ട്. പക്ഷെ ഖുർആനിലുള്ളത് മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം എന്താണ്. അപ്പൊ ചോദ്യം 1, റൂഹിനെ പിടിക്കുന്ന മലക്ക് ആര്? മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം. അസ്റായീൽ എന്ന് എഴുതിയത് തെറ്റാണ്. അസ്റായീൽ എന്ന് പണ്ടേ നമ്മൾ പഠിച്ച ഉത്തരം എഴുതിയത് തെറ്റാണ്. മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം. നിങ്ങൾക്ക് ഓർമ്മയിൽ വെക്കുക കുട്ടികളെ, ഓർമ്മയിൽ വെക്കണം. നാളെ നോട്ട് പുസ്തകത്തിൽ എന്ത് വേണം, വരുമ്പോ ഇവിടെ അട്ടിയൊക്കെ നട്ടിച്ച് അങ്ങനെ നോക്കൂ. അപ്പൊ സ്റ്റാർ, എ സ്റ്റാർ അല്ലേ, 2 സ്റ്റാർ, 3 സ്റ്റാർ, 5 സ്റ്റാർ ഒക്കെ കിട്ടണ്ടേ? കിട്ടണം. അള്ളാഹുവിന്റെ അടുത്ത് കിട്ടണം. ഇവിടെ ഇപ്പൊ നമ്മൾ കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, പഠിച്ചവർക്ക് കിട്ടണം. അപ്പൊ എന്ത് ചെയ്യണം, ഓർമ്മ വേണം, ശ്രദ്ധിച്ച് കേൾക്കണം. അള്ളാഹു നമുക്ക് അറിവ് തരട്ടെ. അപ്പോ ഈ രൂപത്തില് നമ്മള് ശരിയായ രൂപത്തിൽ നമ്മൾ നല്ല വഴിയിൽ നടക്കാൻ വേണ്ടി അള്ളാഹ് നമ്മളോട് പറഞ്ഞു. ഇന്ന ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. 2 റൂട്ട് അള്ളാഹ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് അള്ളാഹ്ക്ക് വഴിപ്പെട്ട് നന്ദി കാണിക്കുന്ന വലത്തെ ഭാഗത്തുകൂടെ സ്വർഗത്തിലെത്തുന്ന വഴി. 2 അള്ളാഹിനെ ധിക്കരിച്ച് അവന് നന്ദി കേട് കാണിക്കുന്ന ഇടത്തെ റൂട്ടിലൂടെ നരകത്തിൽ പോകുന്ന വഴി. നമുക്ക് ഏത് വഴിയാ വേണ്ടത്? വലത്തെ സൈഡിലുള്ള സ്വർഗത്തിന്റെ വഴി കിട്ടണം അല്ലെ. ഈ വഴിയിലേക്ക് നമ്മൾ പോയാൽ നമുക്ക് പരാജയം സംഭവിക്കുമെന്ന് മാത്രല്ല, ഇവിടെ പോയി നമ്മൾ ഇനി പരീക്ഷയിൽ തോറ്റു, ഞാൻ പോണില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇമ്മ അടിച്ച് നാട്ടുകാർ കളിയാക്കും, കുടുംബക്കാർ കളിയാക്കും. പക്ഷെ മരിച്ചിട്ട് നമ്മൾ പരാജയപ്പെട്ടാലും അവിടെ ആരെങ്കിലും നമ്മളെ സഹായിക്കോ? ഇല്ല. അപ്പൊ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ ഈ ജീവിതം കഴിഞ്ഞാൽ വെച്ചിട്ടുള്ള ഒന്നാമത്തെ കവാടമാണെന്ത്, ഒന്നാമത്തെ വാതിലാണെന്ത്? മരണം അല്ലേ. മരണത്തിലൂടെ നമ്മൾ എടുക്കാൻ പോണത് മണ്ണിന്റെ അടിയിലാണ് ഇപ്പൊ തൽക്കാലം പോകുക അല്ലേ. മുസ്ലിങ്ങളായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, 6 അടി മണ്ണിക്ക് പോകും. ഹിന്ദുക്കളാണെങ്കിലോ ചിലവര് ചുടലക്കളം തന്നെ കൊളുത്തും, ചിലവര് കത്തിച്ച് കളയും അല്ലേ, ദഹിപ്പിക്കും അല്ലേ. അപ്പൊ നമ്മള് മണ്ണിലേക്കാണ് പോകുന്നത്. പക്ഷെ ഈ മണ്ണിലേക്ക് നമ്മളെ താൽക്കാലിക തടിയെ കൊണ്ടേ വെക്കുള്ളൂ. ഈ തടി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 3, 7, 14, 40 ആണ്ട് കഴിഞ്ഞ എത്ര ഉണ്ടാവും? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. കണ്ണ് കൊഴിഞ്ഞാടും, ശരീരം പൊട്ടും, പിന്നെ അവയവങ്ങളൊക്കെ പുറത്താവും, അതൊക്കെ ദ്രവിച്ച് തിന്ന് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ആ മരണത്തോടു കൂടി നമ്മൾ പോകുന്ന ഒരു ലോകമാണ് ബർസഖ്. ബർസഖ് എന്ന് പറഞ്ഞാൽ ഖബർ ജീവിതം. ഖബർ ജീവിതം. ആ ഖബർ ജീവിതത്തിന് ശേഷം പിന്നെ നമുക്കുള്ള ജീവിതമാണ് ഏത്? യൗമുൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പ് നാളാകുന്ന മഹ്ശറ എന്ന് പറയുന്ന ജീവിതം. ആ മഹ്ശറയിലെ ജീവിതം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാനുള്ളതാണ് ഇവിടേക്ക്. ഊട്ടിക്കോ? എവിടേക്കാ പോകണ്ടേ? സ്വർഗത്തിലേക്ക്. പിന്നെ എവിടേക്കുള്ളത്? നരകത്തിലേക്ക്. ആ സ്വർഗത്തിലേക്ക് നരകത്തിലേക്കും അല്ലാഹു തആല വേർതിരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്ത് പോയ ആൾക്കാരോട്, നിങ്ങൾ 10 കൊല്ലായില്ലേ, എല്ലാവരും കൂടി ഒന്ന് പുറത്തായി കാണി, ഇനി കുറച്ച് ആൾക്കാരാണ് കയറ്റാൻ, നിങ്ങൾ പുറത്തോട്ട് വെയിലത്തുന്നോളിന്ന് പറയോ? ഇല്ല. ഖാലിദീന ഫീഹാ, ശാശ്വതമായിട്ട് അവരെ എവിടെയാണ്? സ്വർഗത്തിലാണ്. എന്നാൽ നരകത്തിലേക്ക് പോയ ആൾക്കാർ ശാശ്വതമായി കാലാകാലം നരകത്ത് പോകുമോ? ഇല്ല. തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷ കഴിഞ്ഞാൽ ഒരെന്ത് ചെയ്യും? സ്വർഗത്തേക്ക് കഴിച്ചിലാകും. അപ്പൊ നമുക്ക് ഏറ്റവും നല്ലത് ഏതാ?
കുറച്ചു കാലം നരകത്തിന്റെ ശിക്ഷയൊക്കെ കിട്ടിയിട്ട് പിന്നെ സ്വർഗത്തിൽ ചാടാ രണ്ടും കിട്ടുമല്ലോ. അതാ മതി, മതിയോ? ചിലവര് പറയുന്നത് കുറച്ചു കാലം കഴിഞ്ഞ് നമ്മൾ സ്വർഗത്തിൽ കാക്കൂലേ, എന്നാ പിന്നെ കുറച്ചു കാലം നരകത്തിൽ കിടക്കാം. നരകത്തിൽ കിടക്കാൻ നമുക്ക് പറ്റുമോ? അപ്പൊ നിങ്ങള് പെരയിൽ നിങ്ങള് ഉപയോഗിക്കുന്ന ഗ്യാസ്, പണ്ടൊക്കെ തീപ്പെട്ടിയും വിളക്കൊക്കെ ഉണ്ട്, മെഴുതിരിയൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ തന്നെ മനസ്സിലാവൂല, കാരണം അങ്ങനത്തെ കാലല്ല. അപ്പോ ഗ്യാസ് ഉണ്ടല്ലോ, ഗ്യാസ്, ആ ഗ്യാസ് ലൈറ്റർ ഉപയോഗിച്ചൊന്ന് ഓൺ ചെയ്യാം. അതിന്റെ മുകളിൽ നിങ്ങൾ ഇങ്ങനെ വെല്ലൊന്ന് പിടിച്ചു നോക്കണ്ടി, സഹിക്കോ? അതൊന്നും വേണ്ട. ഉമ്മ തിളപ്പിച്ച് നിങ്ങൾ ടേബിൾ മക്ക് വെച്ച ആ കട്ടൻ ചായന്റെ ആ പാത്രം ഉണ്ടല്ലോ, ഡവറ, അതുപോലെ ഒന്നും പിടിക്കാൻ പറ്റും. അതിന്റെ അടിഭാഗം എന്താ കാരണം? ചൂട്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ചൂടെന്നെ സഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. അപ്പൊ നരകത്തിൽ എത്ര ചൂട്? എത്ര ചൂട്? 69 ഇരട്ടി. നമ്മളിന്ന് ഉപയോഗിക്കുന്ന തീയിന്റെ 69 ഇരട്ടിയാണ് നരകത്തിന്റെ ചൂട്. ഈ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇതിന്റെ 69 ഇരട്ടി ചൂട് എങ്ങനെ നമ്മൾ സഹിക്കുക? അപ്പൊ ആ നരകത്തിൽ ഒരു 10 ദിവസം കിടന്നിട്ട് തൽക്കാലം അൽഹംദുലില്ലാ 11ാമത്തെ ദിവസം നരകത്തിൽ സ്വർഗത്തിൽ എത്തിയാ മതി എന്ന് പറഞ്ഞാൽ 10 ദിവസം നമുക്ക് സഹിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഒരിക്കലും നമ്മളെ ശരീരം, അതിന്റെ ഒരു മുടി, അതിന്റെ ഒരു നഖം, ഒരു തോല് നരകത്തിലേക്ക് പോകാനേ പാടില്ല. തടി മൊത്തം സ്വർഗത്തിൽ പോകണം. അതിനെന്ത് വേണം? നമ്മളെ മന്തി അൽഫാമും ബ്രോസ്റ്റും കഴിച്ചാൽ മതിയാവോ? പോരാ, പണിയെടുക്കണം, അധ്വാനിക്കണം. എങ്ങനെ അധ്വാനിക്കേണ്ടത്? പടച്ചോന് വേണ്ടി, ദീനിന് വേണ്ടി, പരലോകത്തിന്റെ വിജയത്തിന് വേണ്ടി എന്ത് ചെയ്യണം? അധ്വാനിക്കണം. ആ അധ്വാനിക്കാൻ അല്ലാഹു തന്ന സിലബസ് ആണ് ഏത്? ബയോളജി, കെമിസ്ട്രി ആണോ? പിന്നെ ഏതാ? ഖുർആനും ഹദീസും, അഥവാ ഖുർആനും സുന്നത്തും അല്ലേ? അപ്പൊ ഈ രണ്ട് സിലബസിലൂടെ സൽക്രമങ്ങൾ ചെയ്ത് ആരാണ് റാങ്ക് വാങ്ങുന്നത്, ആരാണ് വിജയിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല നമുക്ക് ഈ ജീവിതവും ജീവിതത്തിന് ശേഷമുള്ള മരണാന്തര ജീവിതവും പരലോകം നൽകിയത്. മനസ്സിലായില്ലേ? മനസ്സിലായോ? അപ്പൊ എന്തിനാന്നുള്ളത് നമുക്ക് തിരിച്ചറിവ് കിട്ടിയില്ലേ? കിട്ടി. അപ്പൊ ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാനുള്ളത് ഈ മരണം അത് യാഥാർത്ഥ്യമാണ് അല്ലേ? ആരെയും മരിക്കണേ കണ്ടിട്ടുണ്ടോ? മരിക്കാണ്ടില്ല. വല്യമ്മ ഒന്നും കണ്ടിട്ടില്ല. യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല. ആക്സിഡന്റ് ആയി മരിക്കണമൊന്നും കണ്ടിട്ടില്ല. ബോട്ട് അപകടത്തില് ശ്വാസം മുട്ടിട്ടില്ല. അപ്പൊ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് അറിയാം മരിക്കും, നമുക്കറിയാം അല്ലേ? അപ്പൊ നിങ്ങളെ പെരയില് വല്യമ്മ, അമ്മായി, മറ്റുള്ളൊക്കെ മരിച്ചു എന്നുള്ള നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ നിങ്ങൾക്ക് തന്നെ, നിങ്ങളെ അമ്മാർക്ക് തന്നെ ചില നേരത്തെ ഉണ്ടായ കുട്ടികളുണ്ടാവില്ലേ, മരിച്ചുപോയ കുട്ടികളുണ്ടാവില്ലേ? ഓലോടെ ഓല് മരിച്ചു, ഓലോടെ ഖബറിലാണ് നമ്മൾ പറയലുണ്ട്. അപ്പൊ മരിക്കും എന്നത് നമുക്കൊക്കെ അറിയാം. അവിടെ ആരെങ്കിലും മരിക്കാതെ ബാക്കിയാവോ? ഇല്ല. അങ്ങനെ മരിക്കാതെ കാലാകാലം ഈ ദുനിയാവില് ഒരു ദീർഘമായ ആയുസ്സാർക്കെങ്കിലും അല്ലാഹ് കൊടുക്കുവോ? കൊടുക്കൂല. എല്ലാരും മരിക്കും. എവിടെയാണ് അത് ഖുർആൻ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാൻ. 3-ാം അധ്യായം എന്താണ്? സൂറത്ത് ആലി ഇംറാനിന്റെ 185-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. കുല്ലു നഫ്സിൻ, എല്ലാ ശരീരം, ദാഇഖത്തുൽ മൗത്ത്, മരണം രുചിക്കും. എല്ലാ ആത്മാവും മരണത്തിന്റെ ടേസ്റ്റ് അറിയും അല്ലേ? ബീഫ്, ചിക്കന്, ലഡു, ജിലേബി, അച്ചാറ്, ഇങ്ങനെ പല തരത്തിൽ നമ്മൾ ഭക്ഷിക്കുന്ന സാധനത്തിന്റെ ടേസ്റ്റ് ഒക്കെ നമുക്ക് മനസ്സിലാകണേ എന്ത് വേണം? മണത്തോക്കിയാ കിട്ടുമോ? ഇല്ല. മണത്തോക്കിയാ വാസന കിട്ടുള്ളൂ. രുചി കിട്ടണ എന്ത് വേണം? നാവുമക്ക് കൂടണം അല്ലെ? തൊള്ളിയിലിട്ട് ചമച്ചോക്കണം, ഇറക്കണം. അപ്പളാ പറയാം ഇതൊക്കെ നമ്മളെപ്പോഴാ പറയാ? നാവുമക്ക് ടേസ്റ്റ് ചെയ്യുമ്പോ. ഇതുപോലെ മരണത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, രുചി.
മരണത്തിന് നല്ല രുചി. അതെങ്ങനെ? നല്ല ജ്യൂസൊക്കെ കുടിക്കണ മരണം ആസ്വദിക്കണ നല്ല ടേസ്റ്റുള്ള രുചിയാ? അല്ല, വേദനയാണ് മരണം. വേദനയാണ് മരണം. എന്താ മരണം വേദന കാരണം? ഇപ്പൊ നമ്മളെ ശരീരത്തിൽ നിന്ന് ഒരു അവയവം നമ്മൾ പറിച്ചെടുക്കുകയാണെങ്കിൽ എന്തൊക്കെ സ്ഥിതി? നമ്മളൊരു നഖം, ഒരു പല്ല് ഇളകിയാണ്, അത് പറിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഡോക്ടറെ കൊണ്ടുപോയിട്ട് കൊടിലിട്ടാണ് ധരിപ്പിക്കാതെ പറിച്ചാൽ സ്ഥിതി ഭയങ്കര വേദന. അപ്പൊ നമ്മളെ ശരീരത്തിൽപ്പെട്ട ഒരു സാധനമാണ് ആത്മാവ്. എന്താണ് ആത്മാവ്? ഇത് ആത്മാവിനെ നമുക്ക് കാണാൻ പറ്റില്ല. ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിലുണ്ട്. ഇത് എപ്പോഴാ പോവുക? മരിക്കുമ്പോ പോവും. മരിക്കുമ്പോ മാത്രല്ല കേട്ടോ പോണത്, ഉറങ്ങുമ്പോഴും പോകും. പടച്ചോനെ, ഉറങ്ങുമ്പോഴും പോകും. അതുകൊണ്ടാണ് ചിലവര് രാവിലെ വിളിച്ചാൽ നീച്ചാത്ത അല്ലേ? കണ്ടില്ല നിങ്ങള്? രാത്രി ചോറൊക്കെ വെച്ചാണ് കിടക്കും, രാവിലെ വിളിച്ചു നോക്കുമ്പോ മരിച്ചുപോയി. അപ്പൊ ആത്മാവിടെ. അപ്പൊ മനുഷ്യൻ ഉറങ്ങുന്ന വേളയിലും മരിക്കുന്ന വേളയിലും എന്ത് പോകുന്നുണ്ട്? ആത്മാവ് പുറത്തേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഉറങ്ങി എഴുന്നേൽക്കുമ്പോ നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലാൻ പറഞ്ഞ പ്രാർത്ഥന എന്താ? ഗുഡ് മോർണിംഗ്. പിന്നെ എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. എന്നതിന്റെ അർത്ഥം അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും, അഹ്യാനാ ജീവിപ്പിച്ച, ബഅദമാ അമാതനാ ഉറങ്ങുന്ന സമയത്ത് ഞങ്ങളെ മരിപ്പിച്ച. അപ്പൊ ഉറങ്ങുമ്പോ നമ്മളെ ആത്മാവ് ശരീരത്തിൽ പോകുന്നുണ്ട്, നമ്മളറിയണില്ല. അപ്പൊ ആ ആത്മാവിന് എഴുന്നേൽക്കുമ്പോ തിരിച്ചു തന്ന അല്ലാഹുവാകുന്നു സർവസ്തുതിയും, അവനിലേക്ക് പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇനി മടങ്ങേണ്ടവരും. അപ്പൊ ഈ പ്രാർത്ഥന നമ്മൾ മറക്കുമോ? ഇപ്പൊ രണ്ട് കാര്യമാണ് ഇപ്പൊ നമ്മളോട് പറഞ്ഞു. ഒന്ന്, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്തോതണം? സൂറത്തുൽ മുൽക്ക് ഓതണം അല്ലേ? രണ്ടാമത്തത്, എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? അൽഹംദുലില്ലാഹ് അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ അല്ലേ? അപ്പൊ നമ്മള് മറക്കരുത്. അപ്പൊ ഈ മരിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുന്ന ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുന്ന ആത്മാവ് നല്ല മനുഷ്യന്മാരുടെ ശരീരത്തിൽ നിന്ന് സുഖകരമായ രൂപത്തിൽ പോകും. മോശമായ മനുഷ്യന്മാരുടെ ശരീരത്തിൽ നിന്ന് നല്ല വേദനയോടുകൂടിയാണ് പോകുക. മനസ്സിലായിട്ടോ? നല്ല വേദനയോടുകൂടിയാണ് പോകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ലൊരു മനുഷ്യന്റെ ആത്മാവിനെ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം അല്ലേ? അസ്രായിലാണോ റൂഹിനെ പിടിക്കുന്ന മലക്ക്? മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം നമ്മുടെ ശരീരത്തിൽ ആത്മാവിനെ പുറത്തേക്ക് എടുക്കും, വലിച്ചെടുക്കും. നഖം പറിക്കണ പോലെ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും? പുറത്തേക്ക് എടുക്കും. ഈ എടുക്കുന്ന സമയത്ത് നല്ല രൂപത്തിലാണ് മരിക്കുന്നതെങ്കിൽ അവർ ആത്മാവ് എങ്ങനെ പുറത്തേക്ക് വരിക? ഇങ്ങനെ. ഇതിൽ വെള്ളം, ഈ വെള്ളം നമ്മൾ ഇങ്ങനെ ചിന്തിയാല് വല്ല തടസ്സമുണ്ടോ? ഫുള്ളായിട്ട് പോരുന്നുണ്ട് അല്ലെ? ഉഷാറായിട്ട് പോരുന്നു. നല്ല ആൾക്കാർ ആത്മാവിനെ അല്ലാഹു തആല പുറത്തെടുക്കണം. എങ്ങനെ? കൂജയിൽ നിന്ന്, പാത്രത്തിൽ നിന്ന് വെള്ളം താഴേക്ക് ഒഴിക്കുന്നത് പോലെ. താഴേക്ക് ഒഴിച്ചാൽ വല്ല തടസ്സമുണ്ടോ? ഫ്ലൂ വേണ്ടി വരും അല്ലേ? എന്ന മോശപ്പെട്ട ഒരു മനുഷ്യന്റെ ആത്മാവിനെ മലക്ക് പുറത്തേക്ക് എടുക്കുന്നത് എങ്ങനെയാണ്? ഇരുമ്പിന്റെ കൊളുത്ത്, ഇരുമ്പിന്റെ കൊക്ക. ഈ കിണറ്റില് നമ്മളെ സാധനങ്ങൾ വീണാൽ എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൊക്കകൾ കണ്ടില്ല? കുട്ടികൾ പരിചയം ഉണ്ടാവോ? നിറച്ചും കൊക്കകൾ അവിടെ ഇവിടെ തിരിഞ്ഞു പറഞ്ഞ നിറച്ചു 10-25 കൊക്കകളുടെ സാധനം കയറുമ്പോ കെട്ടിയിട്ട് കിണറ്റ് കെട്ടിട്ട് എന്ത് ചെയ്യും? 4 തിരിക്കും അല്ലേ? തിരിച്ചെന്തുണ്ടാവും? വീണ സാധനം എവിടെ ഉണ്ടെങ്കിൽ അത് അവിടെ കൊളുത്തും.
എന്നിട്ട് വലിച്ചെടുക്കും. ഇതേ പദാണ് ഹദീസിൽ വന്നിട്ടുള്ളത്, സുന്നത്തിൽ വന്നത്. അതായത് മോശപ്പെട്ട മനുഷ്യന്റെ ആത്മാവിനെ മലക്കുൽ മൗത്ത് ഇറങ്ങി പുറത്തെടുക്കല് ഇരുമ്പിന്റെ മൂർച്ചയുള്ള കൊളുത്തിൽ നിന്ന്